ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അലോവേരയെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. വേൾഡിൽ തന്നെ 500+ അലോവേര വെറൈറ്റീസ് ഉണ്ട്. അതിൽ തന്നെ 4-5 വെറൈറ്റിയാണ് മെഡിസിനൽ വാല്യൂ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ അലോവേരയുടെ ഗുണം മുഴുവനായിട്ടും കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദൈവത്തിൻ്റെ വരദാനം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്ലാന്റാണ് അലോവേര. കാരണം മെഡിസിനൽ വൈസ് നോക്കുകയാണെങ്കിലും ബ്യൂട്ടി വൈസ് നോക്കുകയാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് അലോവേര. ഇനി മുൻകാലങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ക്ലിയോപാട്ര എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ക്ലിയോപാട്രയുടെ സൗന്ദര്യ രഹസ്യം തന്നെ ഈ അലോവേര ആണെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന അലോവേര അല്ല നമ്മുടെ നാട്ടിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന അലോവേര. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഒരുപാട് സ്പീഷീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അലോവേരയിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. അതിലൊരു 300+ ആണ് നമുക്ക് എക്സ്റ്റേണലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിലൊരു 11 പോയ്സണസ് ആണ്. പിന്നെ എഡിബിളായിട്ടും നോൺ എഡിബിളായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാമെന്നും ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം അതിന് മുന്നേ പറയാം. നമുക്ക് എഡിബിളായിട്ടുള്ള ഒരേ ഒരു സ്പീഷീസാണ്, അതായത് അലോവേരയുടെ എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ള ഒരേ ഒരു സ്പീഷീസാണ് അലോയ് ബാർബിഡൻസിസ്. ഇത് കണ്ടുപിടിച്ചത് മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. നോർത്ത് അമേരിക്കയിലാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് ക്ലിയോപാട്ര യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സും അലോവേര പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് നാച്ചുറലി നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ഇത് അടിച്ചു കുടിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഇന്നർ ജെല്ല് അടിച്ചു കുടിക്കുകയാണെങ്കിൽ ഷുഗർ ലോ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ഈ ഒരു വെറൈറ്റിയാണ് പറയുന്നത്. അലോവേര സ്പീഷീസിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റി അല്ല. അപ്പോൾ ഈ അലോയ് ബാർബിഡൻസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അലോവേര പ്ലാന്റ് അല്ല. അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അലോവേര ജെല്ല്, അതായത് ആ ഇന്നർ ജെല്ല് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. സ്റ്റോർ ചെയ്ത് വെക്കാം, പക്ഷേ അതിൻ്റെ ഗുണങ്ങളും ബെനിഫിറ്റ്സും ഒന്നും നമുക്ക് കിട്ടില്ല. ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഈ അലോവേര ജെല്ലിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞു വരികയാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാം? അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് ഒരു ജേണലിലും ആർട്ടിക്കിളിലും ഞാൻ വായിച്ച് ഒരുപാട് സയൻറ്റിസ്റ്റ് ഇതിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ള അറിവുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മളത് തിരിച്ചറിയാം. ഇനി ലീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീഫിൽ 2 പാർട്ടുണ്ട്, ഔട്ടർ ലീഫും ഇന്നർ ലീഫും. ഇന്നർ ലീഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ലി പോർഷനാണ് നമുക്ക് ആവശ്യമുള്ള ഭാഗം. ഇനി ഔട്ടർ ലീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ലാറ്റക്സും ആന്ത്രഗ്നോൺസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് ഉണ്ട്. ഇത് ഒരു മൈൽഡ് പോയ്സണസ് ആണ്, അല്ലെങ്കിൽ ഒരു കാർസിനോജനിക് ആണെന്ന് തന്നെ പറയാം. നമുക്കത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. ഒരിക്കലും അത് ആ ഭാഗം നമ്മൾ കളയാതിരിക്കരുത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അതൊന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ നിന്നൊരു യെല്ലോ കളർ ലാക്ടസ് ഇറങ്ങി വരും. അത് ഫുള്ള് പോയതിന് ശേഷം മാത്രം നമ്മളത് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളും കിട്ടില്ല, പകരം നമുക്ക് ദോഷമായിട്ടാണ് വരിക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് അലോയ് ബാർബിഡൻസിസ് എന്ന് പറഞ്ഞ എഡിബിൾ വെറൈറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എഡിബിളും നോൺ എഡിബിളും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം. നോൺ എഡിബിൾ ആണെങ്കിൽ ഇതുപോലെ സ്പോട്ടഡ് ആയിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ അലോവേര പ്ലാന്റ്സും ബേബി ടൈമിൽ സ്പോട്ടഡ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു മെച്യൂരിറ്റി ടൈം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിബിൾ ആണെങ്കിൽ അതിൻ്റെ ലീഫിൽ സ്പോട്ട്സ് ഒന്നും കാണില്ല. അപ്പോൾ ഈ സ്പോട്ടഡ് ആയിട്ടുള്ള ഇല്ലാത്തതുമായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് മാത്രം നോക്കിയിട്ട് നമുക്ക് എഡിബിളാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ അലോയ് ബാർബിഡൻസിസിൻ്റെ ലീഫ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള മുള്ള് പോലുള്ള പോർഷൻ യെല്ലോ കളറായിരിക്കും. അപ്പോൾ ഈ ഒരു യെല്ലോ കളർ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ അലോയ് ബാർബിഡൻസിസിനെ തിരിച്ചറിയുന്നത്. അതുപോലെ അതിൻ്റെ ഫ്ലവർ നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറ്, ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഫ്ലവറായിരിക്കും അലോയ് ബാർബിഡൻസിസിനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചിലതിൻ്റെ ലീഫ് സ്പോട്ടഡ് അല്ലെങ്കിലും അതിൻ്റെ മുൾഭാഗം മുള്ള് പോലുള്ള ആ ഒരു ലീഫിൻ്റെ സൈഡ് ഭാഗം ചിലപ്പോൾ റെഡ് കളറിലും കാണാറുണ്ട്. അപ്പോൾ അത് എഡിബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് അലോയ് ബാർബിഡൻസിസിനെ തിരിച്ചറിയാനുള്ള വഴികൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ എഡിബിൾ വെറൈറ്റീനെ എങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെച്യൂരിറ്റി ടൈം എത്തിക്കഴിഞ്ഞാൽ നോൺ എഡിബിൾ ആണെങ്കിൽ അത് അതിൻ്റെ ലീഫ് സ്പോട്ടഡ് തന്നെയായിരിക്കും.
അപ്പോൾ സ്പോട്ടഡ് ആയിട്ട് കാണുന്ന, അതായത് ഒരു ബേബി ടൈമിൽ എല്ലാ അലോവേര പ്ലാന്റിനും സ്പോട്ടഡ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു 2 to 3 ഇയേഴ്സ് ആണ് ഒരു മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത്. അതുപോലെ നോൺ എഡിബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ഫ്ലവർ ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു റെഡ് കളറായിരിക്കും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാം. പിന്നെ ഈ ലീഫിൻ്റെ ഒരു സൈസ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അലോയ് ബാർബഡൻസിസ് എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ഒരു സൈസിലാണ് വളർന്നു വരിക. പിന്നെ അതിൻ്റെ ഇന്നർ ജെല്ല് നല്ല തിക്കായിരിക്കും, നല്ല ബ്രോഡായിരിക്കും ലീഫ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കണ്ടോ, അപ്പോൾ ഈ ഒരു ഡിഫറൻസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലീഫിൻ്റെ സൈസും ആ കളറും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഡിബിൾ ആയിട്ടുള്ളതാണോ നോൺ എഡിബിൾ ആയിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ മുള്ളിൻ്റെ പോർഷനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചില ലീഫിൻ്റെ ടിപ്പിലൊക്കെ റെഡ് കളർ ഉണ്ടാവും, അല്ലെങ്കിൽ മുള്ളിലൊക്കെ റെഡ് കളർ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സ്പോട്ടഡ് ആണോ നോക്കും. ചിലത് ഇപ്പോൾ ഈ അറേബ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന ചില അലോവേരയ്ക്ക് അതിൽ സ്പോട്ടൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ഒരു റെഡ് കളർ ആ മുള്ളിന് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലീഫ് ടിപ്പിൽ തന്നെ ഒരു റെഡ് കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഹാർവസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 2 to 3 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ലീഫ് കട്ട് ചെയ്ത് നമ്മൾ എന്തിനാണെങ്കിലും എക്സ്റ്റേണലി ഇൻറ്റേർണലി ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ പാകത്തിന് നമുക്ക് എടുക്കേണ്ടത്. എന്നാലേ അതിൻ്റെ ഗുണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യണതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു അലോവേര പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിലൊരു ഞാൻ പറഞ്ഞു നേരത്തെ ലാക്ടസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ലാക്ടസിന് ഒരു കാർസിനോജനിക് ആണ്. അപ്പോൾ അതൊന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇനി ഞാൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു മെച്യൂരിറ്റി ടൈം 2 to 3 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലീഫ് ബേസിലുള്ള ലീഫ്, ഹെൽത്തി ആയിട്ടുള്ള ലീഫ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ടിപ്പ് പോർഷൻ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഇറക്റ്റ് പൊസിഷനിൽ വെക്കുക, ഒരു കപ്പിലൊക്കെ ഇറക്കി വെക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നേരം നമ്മളത് അനങ്ങാണ്ട് വെക്കുക. അപ്പോൾ ആ ലാക്ടസ് ഇറങ്ങി വരും. പിന്നെ നമ്മൾ ആ ടിപ്പിൻ്റെ ഭാഗം ഒരു 10 സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയുക. കാരണം അവിടെ ലാറ്റക്സ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ജെല്ല് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ലീഫിൻ്റെ ആ ലാറ്റക്സ് പോർഷൻ വരുന്ന ഗ്രീൻ പാർട്ട് ഒരിക്കലും ആ ജെല്ലിൽ കാണാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞു അത് മൈൽഡായിട്ട് നമുക്ക് അതിൽ ഒരു കാർസിനോജനിക് ഏജൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഒരു ചെറിയ എമൗണ്ട് ചെന്നുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അത് കൂടി വരും തോറും അതിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അത് നമുക്ക് ബോഡിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് ജെല്ലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ കട്ടിങ് കഴിഞ്ഞ് ഒരു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിത് യൂസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം അതിന് ഈ അലോവേര പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അതിന് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ബെനിഫിറ്റ്സും ഒന്നും നമുക്ക് കിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് അലോവേര ജെല്ല് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ അത്ര ഈസി അല്ല, പോസിബിൾ അല്ല, അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ നോക്കണം. ഇത് വേൾഡിൽ കൊടുക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്യൂരിറ്റീനും അതിൻ്റെ ഹൈജീനിക് ലെവലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അലോവേര പ്ലാന്റ് ഒരു നോൺ പൊല്യൂട്ടഡ് ഏരിയയിൽ വളർത്തി ഉണ്ടാക്കിയ പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റുകളാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റിന് ഇത്തിരി വില കൂടുതലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ബെനിഫിറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങാം. അതുപോലെ അലോവേര എന്ന് പറയുന്നത് ഒരു എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ എയറിലുള്ള പൊല്യൂട്ടൻ്റ് ഇത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇത് അബ്സോർബ് ചെയ്തിട്ട് ഈ പൊല്യൂട്ടൻ്റൊക്കെ എവിടെയാണ് അബ്സോർബ് ചെയ്ത് വയ്ക്കുന്നത്? അത് ആ ഇന്നർ ജെല്ലിലാണ്. ആ ഇന്നർ ജെല്ലാണ് നമ്മളെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യണതും തലയിൽ തേക്കുന്നതും അതുപോലെ തന്നെ കഴിക്കുന്നതും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്കും പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അങ്ങനത്തെ ഏരിയയിൽ വളർത്താത്ത പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന ഇന്നർ ജെല്ലിൽ നിന്നാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഹൈജീനിക്കും ആണ്, അതുപോലെ പ്യൂരിറ്റി വൈസും നമ്പർ 1 ആണെന്നാണ് ഈ ഒരു സർട്ടിഫിക്കറ്റുള്ള പ്രോഡക്റ്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അക്വ എന്നാണ് കാണുന്നത്. അതായത് വാട്ടറാണ് കൂടുതലും പ്രൊഡക്റ്റിലും കാണുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അലോവേര പ്ലാന്റിൽ നിന്നും അതുപോലെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് നമ്മൾ പുറമെന്ന് വാങ്ങുന്നതിൽ നിന്നും നമുക്ക് ഗുണം കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് അലോവേരയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം ഇൻഫർമേഷനൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. നന്ദി, നമസ്കാരം.